ഹായ് എവരിവൺ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സ് ആണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് രണ്ട് മാട്രിക്സ് ആണ്. മാട്രിക്സ് എ 1 2 4 5, മാട്രിക്സ് ബി 2 3 5 6. അതിന്റെ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. 12 15 33 42. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലും അതിന്റെ ആൻസർ കാണാവുന്നതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മാട്രിക്സ് എ, ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് മാട്രിക്സ് എയുടെ എൻട്രീസ്. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ഫസ്റ്റ് റോ ഞാനൊരു ചേഞ്ച് വരുത്തുകയാണ്. ഫസ്റ്റ് റോക്ക് ഈ മാട്രിക്സ് എയുടെ ഫസ്റ്റ് റോ ഞാൻ ചേഞ്ച് ആക്കുമ്പം പ്രോഡക്റ്റിന് എന്താണ് വ്യത്യാസം എന്നാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. 1 ഞാൻ ഡബിൾ ആക്കി 2 എന്നാക്കി, ഇത് ഡബിൾ ആക്കി 4 എന്നാക്കി. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ നിങ്ങൾക്കറിയാം 24 30 33 42 ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ പഴയ ആൻസറാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് 12 15 33 42 എന്നുള്ളത്. ഈ പ്രോഡക്റ്റിൽ എന്താ സംഭവിച്ചത് നോക്കൂ നിങ്ങൾ. ഫസ്റ്റ് റോ നമ്മൾ ഡബിൾ ആക്കിയപ്പം ആൻസറിന് ഫസ്റ്റ് റോ 12 ഉള്ളത് 24 ആയി, 15 ഉള്ളത് 30 ആയി. സെക്കൻഡ് റോ ഒരു ചേഞ്ചും ഇല്ലാതെ ഇവിടെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാട്രിക്സിന്റെ ഫസ്റ്റ് റോ ചേഞ്ച് ആക്കിയപ്പോൾ ആൻസറിന്റെ ഫസ്റ്റ് റോയും അതേ ചേഞ്ച്. ഡബിൾ ആണെങ്കിൽ ഇവിടെ ഡബിൾ ആവും. ഇനി നമ്മൾ ട്രിപ്പിൾ ആക്കി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ 3, ഞാൻ വീണ്ടും ഇത് ട്രിപ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്. ഇത് 1 ആക്കി, 1 ഉള്ളത് ഞാൻ ട്രിപ്പിൾ ആക്കാൻ വേണ്ടി 3 ആക്കി. ഇവിടെ 2 ആയിരുന്നു, അത് 6 ആക്കി. ഇത് 1 ഉള്ളത് 3, 2 ഉള്ളത് 6. അപ്പം നമുക്ക് ആൻസർ നോക്കാം. നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് റോ ആണ്. നമ്മൾ സെക്കൻഡ് റോ ഒന്നും ചെയ്തിട്ടില്ല. സെക്കൻഡ് റോ പഴയ ആൻസർ തന്നെ, ഇവിടെ പുതിയ ആൻസറും പഴയ ആൻസറും സെയിം ആണ്. പക്ഷേ ഫസ്റ്റ് റോ കണ്ടോ, 12ന്റെ 3 ടൈംസ് ആയി, ഇവിടെ 15ന്റെ 3 ടൈംസ് ആയി. ഫസ്റ്റ് റോക്ക് നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ പ്രോഡക്റ്റിന്റെ ഫസ്റ്റ് റോക്ക് സംഭവിക്കും. ഡബിൾ ആക്കുകയാണെങ്കിൽ ആൻസർ ഡബിൾ ആവും, ട്രിപ്പിൾ ആക്കുകയാണെങ്കിൽ ആൻസർ ട്രിപ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ഫസ്റ്റ് റോക്ക് പകരം, ഫസ്റ്റ് റോ നമ്മൾ പഴയ നിലനിർത്താൻ 1 2. സെക്കൻഡ് റോ ഒന്ന് മാറ്റം വരുത്താണ്. സെക്കൻഡ് റോ നേരെ ഡബിൾ ആക്കുകയാണ്. അപ്പോൾ ആൻസറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ആൻസർ 33 42 ആണ് സെക്കൻഡ് റോ. ഇനി ഞാൻ 4 ഉള്ളത് 8 ആക്കുകയാണ്, 5 ഉള്ളത് 10 ആക്കി. സെക്കൻഡ് റോ ഡബിൾ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ ഇവിടെ നിങ്ങൾക്ക് കാണാം 12 15. ഫസ്റ്റ് റോക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അതേസമയം സെക്കൻഡ് റോ ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടെയാണ് അത്. അതങ്ങനെ വരാനുള്ള കാരണം അത് റോ കോളം ഓപ്പറേഷൻ ആയതുകൊണ്ടാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഞാനിത് പഴയ മാട്രിക്സിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കുകയാണ്. ആൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഫസ്റ്റ് ആൻസർ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ബി എ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. എ ബിയുടെ ആൻസർ 12 15 33 42 എന്ന് കിട്ടും. ബി എയുടെ ആൻസർ 14 19 29 30 എന്നുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അത് നമ്മൾ പണ്ട് പറഞ്ഞു വെച്ചതാണ്, അത് ഞാൻ തൽക്കാലം ഒഴിവാക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മാട്രിക്സ് ബി ആണ്. ഇവിടെ നിങ്ങൾ ഈ ബ്ലൂ കളറിൽ വയലറ്റ് കളറിൽ കാണുന്നത് മാട്രിക്സ് ബിക്ക് ഞാൻ ചേഞ്ചസ് വരുത്താൻ പോവാണ്. അപ്പോൾ പ്രോഡക്റ്റിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ മാട്രിക്സ് ബിയുടെ ഫസ്റ്റ് കോളം ഒന്ന് ഡബിൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ 2 ഉള്ളത് 4 ആക്കി, 5 ഉള്ളത് ഞാൻ 10 ആക്കി. ഫസ്റ്റ് കോളം ഡബിൾ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറിൽ എന്താ സംഭവിച്ചത് നമുക്ക് നമുക്ക് നമ്മുടെ പഴയ ആൻസറാണ് 12 15. ആൻസറിൻ്റെ കോളം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് കോളം ചേഞ്ച് ആയിട്ടുണ്ട്, സെക്കൻഡ് കോളത്തിന് ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല. ഫസ്റ്റ് കോളം നേരെ ഡബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ സെക്കൻഡ് കോളം ഇനി ഡബിൾ ആക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ആൻസർ ലഭിക്കും. സെക്കൻഡ് കോളം ഞാൻ ഇപ്പം 3 ഉള്ളത് ഡബിൾ ആക്കി 6 ആക്കി, 6 ഉള്ളത് 12 ആക്കി. എന്നിട്ട് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ പഴയ ആൻസർ ഇവിടെ നിൽക്കുന്നുണ്ട് 24 15 66 42. ഞാൻ സെക്കൻഡ് കോളം ഇവിടെ ഡബിൾ ആക്കിയപ്പം ഇവിടെ സെക്കൻഡ് കോളം വീണ്ടും ഇവിടെ ഡബിൾ ആയി നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് കോളത്തിനൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഈ ഒരു പ്രത്യേകത നിങ്ങൾ എല്ലാവരും ഒബ്സർവ് ചെയ്യണം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ. മറ്റൊരു കാര്യം ഈ പറയാനുള്ളത്, മാട്രിക്സിൻ്റെ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഞാൻ ഇവിടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 0 0 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും 2 എലമെൻറ്റ്സ് കൊടുത്തു. ഇവിടെ 1 1. സെക്കൻഡ് റോ ഞാൻ 0 കൊടുത്തു. ഈ രണ്ട് മെട്രിക്സിൻ്റെയും പ്രത്യേകത ഇവിടെ സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എ 0 1 0 1 ഇതൊരു നോൺ സീറോ മെട്രിക്സ് ആണ്. ബി എന്ന് പറഞ്ഞ മെട്രിക്സും ഒരു നോൺ സീറോ മാട്രിക്സ് ആണ്.
പക്ഷേ അതിൻ്റെ പ്രോഡക്റ്റ് എ ബി നിങ്ങൾക്ക് 0 0 0 0 അല്ലെങ്കിൽ ഇത് നമുക്ക് സീറോ മാട്രിക്സ് എന്ന് പേര് വിളിക്കാൻ പറ്റും. ഇത് വലിയൊരു പ്രോപ്പർട്ടിയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ. രണ്ട് നോൺ സീറോ മാട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു സീറോ മാട്രിക്സ് ആൻസർ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ ആണ് ഇത്. ഈ ഒരു ഓർഡർ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഈ ഫസ്റ്റ് കോളത്തിന് പകരം നമുക്ക് ഇനി സെക്കൻഡ് കോളം ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെക്കൻഡ് കോളം 0 ആക്കി, സെക്കൻഡ് കോളം 0 ആക്കി, അന്നേരം നമ്മൾ ഫസ്റ്റ് റോ 0 ആക്കി കൊടുത്താൽ നമുക്ക് ആൻസർ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇതാ വീണ്ടും കണ്ടില്ലേ, എ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് നോൺ സീറോ മെട്രിക്സ്, ബി ഈസ് ഓൾസോ എ നോൺ സീറോ മെട്രിക്സ്, ബട്ട് എ ബി ഈസ് എ സീറോ മെട്രിക്സ്. അപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഈ എക്സാമ്പിൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഫൈൻഡ് two matrices A and B, two non-zero matrices A and B such that their product is 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് മാട്രിക്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എ ബി 0 ആണ്, പക്ഷെ നമുക്ക് ബി എന്ന് വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം. ബി എ ഇവിടെ 0 അല്ല. അപ്പോൾ എ ബി നീഡ് നോട്ട് ബി ഈക്വൽ ടു ബി എ എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്നും വ്യക്തമാണ്. ഓക്കെ, നമുക്ക് ഐഡന്റിറ്റി മാട്രിക്സിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഐഡന്റിറ്റി മാട്രിക്സ് 1 0 0 1, ഇതും നമ്മൾ 1 0 0 1 രണ്ടും സെറ്റ് ചെയ്തിരിക്കുകയാണ്. എ എന്നുള്ള മാട്രിക്സ് ഐ മാട്രിക്സ് ആണ്, ബി എന്നുള്ള മാട്രിക്സും ഐ ആണ്, അതായത് ഐഡന്റിറ്റി മാട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ഐ എന്നാണ്. അപ്പോൾ നമ്മൾ ഐ സ്ക്വയർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എ സ്ക്വയർ എന്ന് പറയാം, ബി സ്ക്വയർ ഐ സ്ക്വയർ എന്നൊക്കെ പറയാം, രണ്ടും സെയിം ആയതുകൊണ്ട്. ഐ സ്ക്വയർ ചെയ്താൽ ആൻസർ വീണ്ടും നമുക്ക് സെയിം ഒരു ഐഡന്റിറ്റി മാട്രിക്സ് തന്നെ കിട്ടി. ഐഡന്റിറ്റി മാട്രിക്സ് ഓഫ് സെയിം ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്ക്വയറിൻ്റെ ആൻസർ ഐ തന്നെ കിട്ടും. അതുകൊണ്ട് ഐ ക്യൂബ് എന്തായിരിക്കും? ഐ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്ക്വയറിൻ്റെ ഐ രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ വീണ്ടും ഐ ക്യൂബ് ഇസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടും. ഐയുടെ ഏത് പവർ ചെയ്താൽ നമുക്ക് ആൻസർ ഐഡന്റിറ്റി മാട്രിക്സ് ഓഫ് ദി സെയിം ഓർഡർ തന്നെ നമുക്ക് ലഭിക്കും. ഇത്തരം പ്രത്യേകതകളൊക്കെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അത്രേ ഈ പ്രത്യേകതകൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വൺ ആൻഡ് ഓൾ.